അങ്ങനെ ഞാൻ മേക്കരയിൽ നിന്ന് നേരെ വണ്ടി എടുത്ത്, മേക്കര ഡാമിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ, ഇപ്പോൾ എൻട്രൻസ് ഇല്ല അവിടെ, അടച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ എന്തായെന്ന് അറിയാം, നമ്മൾ നേരെ വന്ന് ആര്യങ്കാവല്ല, നമ്മളെ എസ് വളവിന് മുമ്പുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. തമിഴ്നാട് ഗ്രാമമാണ്, ചുറ്റും ഇതേക്കണ കൃഷിപ്പാടങ്ങളൊക്കെയാണ്, ഫുള്ള് കൃഷിയാണ്. അടിപൊളി സ്ഥലം. ഇവിടെ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല കിടുക്ക് സ്ഥലം. ഓക്കെ, പ്രകൃതി രമണീയമായ സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. ഒരു പ്രത്യേക വൈബ്. ഇവിടെയൊക്കെ നിന്നിട്ട് ഒരു വല്ലാത്താണ്, ഒരു ആരും ഇല്ല. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിൽക്കാൻ പോയാത്ത ചൂട്, ഭയങ്കരം ചൂട്. മഴയൊക്കെ നമ്മളെ കേരളത്തിൻ്റെ ഭാഗത്തൊക്കെ മഴ പെയ്തിട്ടുണ്ട്, ഇങ്ങോട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ട്, കുറച്ച് തമിഴ്നാടിൻ്റെ ഇവിടെയൊക്കെ പെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല ചൂടുണ്ട്. നമ്മളെ കേരളത്തിൽ അത്രയും ചൂടൊന്നുമില്ല, നല്ല തണുപ്പായിരുന്നു. ഒരു മനുഷ്യന്മാരില്ല കേട്ടോ. ഒരു ബൈക്ക് ഇപ്പോൾ പോയി, അല്ലാതെ ഇവിടെ ഒന്നും ആരെയും ഞാൻ കണ്ടില്ല. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളൊക്കെയാണ് കാണുന്നത്. ഏകദേശം നമ്മൾ ആര്യങ്കാവ് എസ് വളവ് കയറി അങ്ങനെ പോകും. കയറി നമ്മളെ കുറച്ച് കറണ്ട് കൊണ്ടുപോകണം ആ ടവറാ കണ്ട, അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ കറങ്ങി ആ കുന്നിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി ഇങ്ങനെ അങ്ങ് പോകുന്നു നമ്മൾ. അതാണ് റൂട്ട്. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ വേറൊരു കാര്യം പറയാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതിൻ്റെ പേരെനിക്ക് എന്തോ എരിഞ്ഞോ എന്തോ ഒരു പേരാണ്, ഇതിൻ്റെ പേരൊക്കെ മറന്നുപോയി. ഈ സംഭവം എൻ്റെ കണ്ണിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു അടമ്പാറ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതെന്താണെന്ന് അറിയാം, ഒരാൾ പറഞ്ഞു ഇതിൻ്റെ കറ എടുത്തിട്ട് നമ്മളെ കൈയുടെ വെള്ളയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ അതിനകത്ത് പുരട്ടണം. വേറെ ദേഹത്തൊന്നും വീഴരുത്. പുരട്ടുമ്പോഴത്തേക്ക് പിന്നെ അത് കരിഞ്ഞ് ഉണങ്ങി അങ്ങ് പോകും. ഒരു വട്ടമൊക്കെ ചെയ്ത് പറ്റിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്യുക. പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കണ്ണിനകത്തൊന്നും തെറിക്കരുത്. അപ്പോൾ നല്ലൊരു സംഭവമാണിത്, അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാരമാണിത്. അയ്യോ, മൊത്തം കുഴിയാണ് കേട്ടോ, രണ്ട് സൈഡും വയലാണ്. ഒരു സൈഡ് ഒരു റിവർ കാണുന്നുണ്ട്, ഒരു ചെറിയ ഒരു റിവർ. അങ്ങ് ദൂരത്തായിട്ട് നമ്മളെ പശ്ചിമഘട്ട മല, ദൂരമൊന്നുമല്ല, കുറച്ച് എനിക്കൊന്നൊരു 1 കിലോമീറ്ററിനകത്തൊക്കെ ഉള്ളു അവിടെ. തമിഴ്നാട്ടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ കൂടെ ഉള്ള ഒരു കാഴ്ചയാണിത്, അടിപൊളി കാഴ്ചയാണിത്. സംഭവം അവിടെ പോണ വഴിയൊന്നും അറിയത്തില്ല. നമ്മളെന്തായാലും വന്ന വഴി അങ്ങ് റോഡിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ. ആ റോഡ് വളരെ മോശം പിടിച്ചൊരു വഴിയാണത്, അതുകൊണ്ട് തിരിച്ചിഞ്ഞ് പോരുന്നു. നമ്മളാ കൊല്ലത്തോട്ട് പോകുന്ന റോഡാണ് കാണുന്നത്. റോഡിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്, ഇവിടെ കൊള്ളത്തില്ല റോഡ്.
അപ്പോൾ അങ്ങോട്ട് പോയാൽ ചെങ്കോട്ട, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലം. ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നു, നല്ല തണുത്ത കാറ്റ്, അടിപൊളി.